CPIM കായംകുളം ഏരിയ കമ്മിറ്റിയിൽ യു പ്രതിഭയ്ക്കെതിരെ രൂക്ഷ വിമർശനം. KGF എന്ന പേരിൽ പ്രതിഭ ആരാധനാ കൂട്ടായ്മയുണ്ടാക്കി. പാർട്ടി വിരുദ്ധരും പുറത്താക്കിയവരും വരെ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു. പാർട്ടിക്കാരുടെ വീട്ടിലെത്തിയില്ല എങ്കിലും ലീഗുകാരുടെ വീട്ടിൽ എല്ലാ പരിപാടിക്കും പ്രതിഭ സ്ഥിരമായി എത്തിയെന്നും വിമർശനം. 10 വർഷവും പ്രതിഭ പാർട്ടിയുമായി ബന്ധം പുലർത്തിയില്ല എന്നും M. സ്വരാജ് പങ്കെടുക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. യു പ്രതിഭയും ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ പാർട്ടിയും പ്രതിഭയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിപ്പോൾ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുക്കുന്നയിടത്തും വിമർശനമുണ്ട്. മാധു, തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ യു പ്രതിഭയാണ് പാർട്ടിക്കെതിരെ ആദ്യം രംഗത്തെത്തിയത്. തന്റെ തോൽവിക്ക് കാരണം പാർട്ടി പ്രവർത്തകർ കാര്യമായി പണിയെടുക്കാത്തതാണെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ആദ്യം ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ ചില പ്രശ്നങ്ങൾ പ്രതിഭ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ ഇന്ന് കായംകുളം ഏരിയ കമ്മിറ്റി യോഗമാണ്. ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പങ്കെടുക്കുന്നുണ്ട്. മുൻ മന്ത്രി വീണ ജോർജ് പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷേ വീണ ജോർജ് എത്തിയിട്ടില്ല. ഇന്ന് ഈ യോഗത്തിൽ വെച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നേരത്തെ തന്നെ അവിടെ കായംകുളത്ത് പ്രശ്നങ്ങളായിരുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ അവലോകന തെരഞ്ഞെടുപ്പ് തോൽവി അവലോകന കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. KGF എന്ന ഒരു വാട്സാപ്പ് ആരാധനാ കൂട്ടായ്മ ഉണ്ടാക്കി. അതിൽ പാർട്ടി വിരുദ്ധരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ അടക്കമുണ്ട്. കാപ്പ കേസ് പ്രതികളടക്കമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഒപ്പം തന്നെ പ്രതിഭ അവിടെ പാർട്ടി പ്രവർത്തകരുടെയോ അനുഭാവികളുടെയോ മരിപ്പ്, കല്യാണം തുടങ്ങിയിട്ടുള്ള പരിപാടികളിലേക്ക് ക്ഷണിച്ചാൽ അവിടെ എത്തുകയില്ല. പക്ഷേ ലീഗുകാരുടെയും തന്റെ ഗ്രൂപ്പ്, അതായത് ആരാധന വൃന്ദങ്ങളുള്ള ആളുകളുടെയൊക്കെ തന്നെ ചടങ്ങുകളിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഈ പാർട്ടി പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷം പാർട്ടിക്ക് സമാന്തരമായി അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് പ്രതിഭ പ്രവർത്തിച്ചെന്നുള്ള വലിയ ഗുരുതരമായ വിമർശനമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ചിറക്കടവം ബ്രാഞ്ച് സെക്രട്ടറി പരസ്യമായി തന്നെ യു പ്രതിഭയ്ക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇത്തരത്തിലുള്ള സമാന്തര പ്രവർത്തനം കായംകുളത്തെ പാർട്ടിയെ നശിപ്പിക്കുന്നു. പ്രതിഭ മാത്രമല്ല, യു പ്രതിഭയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൊണ്ട് മാത്രം 5000-ഓളം വോട്ട് നഷ്ടപ്പെട്ടു. അതായത് അയാളും പാർട്ടി അനുഭാവികളെയും സാധാരണക്കാരായ ജനങ്ങളെയും വെറുപ്പിച്ചു. സാധാരണക്കാരായ ആളുകൾക്ക് യു പ്രതിഭ അപ്രാപ്യമായിരുന്നു. നവമാധ്യമങ്ങളിൽ ലൈവ് വീഡിയോ ഇടാൻ മാത്രമായിരുന്നു യു പ്രതിഭ ഉണ്ടായിരുന്നത്. അല്ലാതെ കായംകുളത്ത് ജനങ്ങൾക്കിടയിൽ യു പ്രതിഭ പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ പരാജയത്തിന്റെ കാരണം അതാണ്. അതായത് കായംകുളത്തെ വലിയ പാർട്ടി കോട്ടകളിൽ പോലും വിള്ളൽ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പ്രതിഭയുടെ ഇത്തരത്തിൽ സമാന്തര പാർട്ടിയിൽ നിന്ന് അകന്നു മാറിയുള്ള സമാന്തര ആരാധനാ വൃന്ദങ്ങളായി രൂപീകരിച്ചുള്ള